അയല വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്, കൊടംപുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുമുണ്ട്, തുമ്പപ്പൂ നിറമുള്ള ചെറുമണിച്ചോറുണ്ട്, ഉപ്പിലിട്ട മാങ്ങയുണ്ട്, ഉണ്ണാൻ വാ മച്ചുനനെ. അപ്പൊ എന്താണ് സംഭവം എന്ന് മനസ്സിലായല്ലോ? അയലക്കറിയാണ് വെക്കാൻ പോകുന്നത്. എളുപ്പത്തില് അയലക്കറി എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. ബാച്ചിലേഴ്സിനും അതുപോലെ കുക്കിംഗ് പഠിച്ചു തുടങ്ങിയവർക്കും എളുപ്പം വെക്കാൻ പറ്റുന്ന ഒരു ഫിഷ് കറിയാണ് കേട്ടോ. അപ്പോൾ ഇൻഗ്രീഡിയൻസ്: അയല ചെറിയ പീസാക്കിയത്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, ഇഞ്ചി, പുളി, ഇത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉലുവയും കൂടി മിക്സ് ചെയ്ത് പേസ്റ്റ് ആക്കിയതാണ് കേട്ടോ. ഇത് ഒരുപാട് വെള്ളമായി പോകാൻ പാടില്ല, ചെറിയൊരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പാൻ ചൂടായിട്ടുണ്ട്, നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം. 1 മിനിറ്റോളം ആയിട്ടോ ഞാൻ വെയിറ്റ് ചെയ്തു. പൊട്ടാൻ തീരെ താല്പര്യമില്ലാത്ത കുറെ കടുക് മണികൾ എപ്പോഴാണ് പൊട്ടി തുടങ്ങിയത്. നെക്സ്റ്റ് നമുക്ക് ഉലുവ കുറച്ചിട്ട് കൊടുക്കാം. കാരണം ഓൾറെഡി നമ്മൾ പേസ്റ്റിൽ ഉലുവപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ചേ ഇടാൻ പാടുള്ളൂ. ഉലുവ ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി ഒരു ചെറിയ ബ്രൗൺ കളറായി വരുമ്പോഴേക്ക് ഇനി വെച്ചിരിക്കുന്ന ഇഞ്ചി ഇടാം. ഇഞ്ചി ഇട്ട് സോട്ട് ചെയ്യാം. അത്യാവശ്യം ഇഞ്ചി വെളുത്തുള്ളി ബ്രൗൺ കളറായിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ചെറിയ ഉള്ളി ഇടാം. കൊതിയൻ കണ്ടൻ പൂച്ച ഇവിടെയുണ്ട്, ഞാൻ കാണിച്ചു തരാം. അയ്യോ, എന്റെ മീൻകറിയെ പറ്റിയുള്ള അഭിപ്രായം പറയും. മീൻകറി ഉണ്ടാക്കിയിട്ടില്ലല്ലോ, അതിനുശേഷം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. കഴിച്ചിട്ടല്ല തീരുമാനിക്കുക. അല്ല, ഇതിനു മുന്നേ കുഴപ്പമില്ല. അത്യാവശ്യം ഞാൻ ഉണ്ടാക്കുന്ന മീൻകറിയാണോ എന്റെ അമ്മ ഉണ്ടാക്കുന്നതാണോ ഇഷ്ടം? ശരി, ടാറ്റ ബൈ ബൈ. എനിക്ക് തോന്നുന്നു ചില പ്ലേസിലൊന്നും മീൻ കറിയിൽ കടുക് ഇടാറില്ല എന്ന് തോന്നുന്നു. ഞങ്ങൾ ഇടും കേട്ടോ. ഞങ്ങള് പത്തനംതിട്ട സൈഡ് ആയതുകൊണ്ട് ഞങ്ങളുടെ മീൻ കറി ഇങ്ങനെയാണ്. എനിക്കതായി നമ്മുടെ മസാല പേസ്റ്റ് വഴറ്റണം. മീനിന്റെ അളവനുസരിച്ച് പേസ്റ്റ് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ, മീൻ കുറവായത് കാരണം. എപ്പോഴും മസാലയൊക്കെ വഴറ്റുമ്പോൾ ഫ്ലെയിം ലോ ആക്കിയിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അതുപോലെ എണ്ണ തെളിഞ്ഞ് കാണും വരെ വഴറ്റണം. നെക്സ്റ്റ് പുളി ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കഴിയുമ്പോൾ പുളി അനുസരിച്ച് നമുക്ക് പുളി കൂടുതലാണെങ്കിൽ ഈ പുളിയുടെ പീസ് എടുത്ത് മാറ്റാവുന്നതാണ്. ആവശ്യത്തിന് മാത്രം പുളി മതിയാവും. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പൊടി ഇട്ട് മിക്സ് ചെയ്യാം. തിള വരുമ്പോഴേക്ക് മീൻ ഇട്ട് കൊടുക്കാം. അടച്ചു വയ്ക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു 15-20 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ലാസ്റ്റിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ, നമ്മുടെ ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമന്റിൽ പറയണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.